പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിൽ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി സർവശക്തനാകുന്ന ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ കൂടി വന്നിരിക്കുന്നതാകുന്ന ദൈവജനം, ദൈവസഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന നിലയിൽ ഇവിടെ കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിലായിരിക്കുന്ന ദീർഘകാലത്തെ പരിചയവും സ്നേഹവും ഒക്കെ ഉള്ളതായ ആദരണീയനാകുന്ന ദൈവദാസൻ പ്രിയ ജോൺ സാർ, എല്ലാവരുമായി ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ സർവശക്തനാകുന്ന ദൈവം ഞങ്ങൾക്ക് തന്ന ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഇന്ന് പലക്കാലം തുടർന്നുള്ളാകുന്ന അല്പസമയത്തെ നമ്മളെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. സദൃശ്യ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് പ്രോവേഴ്സ് ചാപ്റ്റർ 13 വേഴ്സ് 13. വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദി, കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇംഗ്ലീഷ് ഭാഷയിലൂടെ സംസാരിക്കുവാനായിട്ട് സാധിക്കുമോ എന്ന് പാസ്റ്ററിനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് ഭാഷ എനിക്ക് അറിയാം, എന്നാൽ ഹല്ലേലൂയ അത്യാവശ്യമായി ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കും, വേണ്ടി വന്ന് ഞാൻ പ്രസംഗിക്കുകയും ചെയ്യും. പക്ഷേ ഹല്ലേലൂയ കഴിഞ്ഞ 30 വർഷത്തിൽ പരമായിട്ട് ഹിന്ദിയിലും മലയാളത്തിലും പ്രസംഗിച്ച് വരുന്നത് കൊണ്ട് ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ ഒരു റിസ്കിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയ ദൈവദാസന് അവസാനം ഹല്ലേലൂയ അതിൻ്റെതാകുന്ന കണ്ടൻസ് ഒക്കെ ഒന്ന് പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിക്കും, മലയാളം ഭാഷ മനസ്സിലാകാത്ത കുഞ്ഞുങ്ങളെ. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കുമാറാകട്ടെ. വളരെ എൻ്റെ മുൻപിൽ ഏൽപ്പിച്ചിരിക്കുന്നതാകുന്ന സമയത്തിനുള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നതാകുന്ന ചില ചിന്തകൾ നിങ്ങളുമായിട്ട് ഒന്നിച്ച് പങ്കിടുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ ആഴമേറിയതാകുന്ന ഒരു ചിന്തയിലേക്ക് പോകാനുള്ള സമയസാവകാശമില്ല. ഇതിനോട് ബന്ധപ്പെട്ട് പല വേദഭാഗങ്ങളിലേക്ക് കടന്നു പോകേണ്ടത് ആവശ്യമാകിയാൽ വളരെ പെട്ടെന്ന് എൻ്റെതാകുന്ന വാക്കുകളിലൂടെ ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ജനമാകുന്ന നമ്മുടേതാകുന്ന വിശ്വാസ ജീവിതത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകാല് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതാകുന്ന എന്നെപ്പോലെ നമ്മളെപ്പോലുള്ളാകുന്ന ആളുകൾക്ക് ഒരൊറ്റ ഹല്ലേലൂയ വിഷയം മാത്രമേ ഉള്ളൂ, വിശുദ്ധ വേദപുസ്തകം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ തിരുവായ് മൊഴിയായി പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് നമ്മുടേതാകുന്ന കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ 66 പുസ്തകം എന്ന വിശുദ്ധ വേദപുസ്തകം അനുസരിച്ച് ഒരു മനുഷ്യായുസ്സ് മുഴുവനും ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് മാത്രമേ സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മുടേതാകുന്ന ആയുസ് എന്ന് പറയുന്നത് 60, ഏറെയായാൽ 80. ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ചുരുങ്ങിയ ഒരു സമയം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ വിശുദ്ധ വചനമനുസരിച്ച് ജീവിക്കണമെന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിന് വളരെ നിർബന്ധമായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ 80 വർഷത്തിൽ നമ്മൾ ഒത്തിരി കാലമൊന്നും ഈ വചനപ്രകാരം പോകേണ്ടത് ആവശ്യമില്ല. നമ്മുടേതാകുന്ന നമ്മുടെ ബാല്യകാലം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് രക്ഷാനിർണയം പ്രാപിക്കുന്ന സ്നാനപ്പെടുന്ന ആ ഒരു കാലം വരെയുള്ള സമയം അങ്ങ് ക്യാൻസലായി പോവുകയാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടതാകുന്ന ദിവസം മുതൽ നമ്മുടേതാകുന്ന മരണദിനം വരെ നമ്മൾ ഈ വചനപ്രകാരം ജീവിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം നമ്പുരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആകുന്നെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു 50 60 വർഷക്കാലം മാത്രം ഈ വചനപ്രകാരം ജീവിച്ചാൽ മതി. നിത്യതയിൽ ചെന്ന് യുഗാനുയുഗങ്ങളല്ലേലുയ ദൈവീയമാകുന്ന അനുഗ്രഹങ്ങളെ ആസ്വദിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. വചനം പ്രമാണിക്കുന്നവന് പ്രതിഫലമുണ്ട്, വചനത്തെ അനുസരിക്കാത്തവന് അതിൻ്റെതാകുന്ന പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. അതാണ് ഈ വചനത്തിലൂടെ നമ്മൾ വായിച്ചത്. ഏതെങ്കിലും ഒരു വ്യക്തി വിശ്വാസ ജീവിതത്തിലേക്ക് വന്നവരോ അല്ലെങ്കിൽ വചനം കേട്ടിട്ട് വിശ്വസിക്കാത്തവരോ നിരവധി പ്രാവശ്യമല്ലിയ വചനങ്ങൾ ആലോചനകൾ അറിയിച്ചു കൊടുത്തിട്ട് അത് അനുസരിക്കാത്തവരായിട്ട് വചനത്തെ നിഗളറ്റ് ചെയ്ത് വചനത്തെ വേണ്ട എന്ന് ചിന്തിച്ച് ഇങ്ങനെയുള്ള ആരാധന വേണ്ട, ആരാധന പ്രവണത വേണ്ട, ഉപദേശങ്ങൾ വേണ്ട എന്നുള്ളതാകുന്ന ചിന്താഗതിയോടുകൂടെ മുന്നോട്ട് പോകുന്നതാകുന്ന ജനസമൂഹം അതിൻ്റെതാകുന്ന പ്രത്യാഘാതം നേരിട്ടേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പെന്തിക്കോസ് സഭകളുടേതാകുന്ന അകത്ത് വന്നല്ലേലൂയ ഞാൻ ഒരു വിശ്വാസിയാണ് എന്ന് പറഞ്ഞിരിക്കുകയും ദൈവവചനത്തിൻ്റെതാകുന്ന അടിസ്ഥാനത്തിൽ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ വിളിക്കുകയും ആത്മാവിൽ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും വചനപ്രകാരമുള്ളതായ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയാത്തതാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഇത് നേരിട്ടേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്.
നമുക്ക് പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ 5 ബൈബിൾ ഉള്ളത് കൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല എന്ന് ആരും ചിന്തിക്കരുത്. 5 അല്ല 50 ബൈബിള് നിങ്ങളുടേതാകുന്ന ഷെൽഫിൽ നിരത്തി വെച്ചെന്ന് പറഞ്ഞാലും ഈ വചനപ്രകാരം ജീവിച്ചില്ല എങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവവചനപ്രകാരം ജീവിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ക്രിസ്തീയ ജീവിതം കൊണ്ടൊരു പ്രയോജനമില്ല. വചനപ്രകാരം ജീവിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ സ്നാനപ്പെട്ടതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. വചനപ്രകാരം ജീവിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഹല്ലേലൂയ അന്യഭാഷ പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ദൈവത്തിൻ്റെതാകുന്ന വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നല്ല തനിമയോടുകൂടെ സത്യസന്ധതയോടുകൂടെ ഹല്ലേലൂയ ഉപദേശത്തിൻ്റെതാകുന്ന കറ തീർന്നതാകുന്ന ഒരു ജീവിതം നയിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രമേ നിത്യതയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിൽ ദൈവീയമാകുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ സഭയെ കർശനമായ നിലയിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുവാൻ ആവേശം കാണിക്കുന്ന അനുഗ്രഹീതരാകുന്ന ദൈവത്തിന്റെ ദാസന്മാരെ ഓർത്തിയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ജനങ്ങളുടേതാകുന്ന ഇഷ്ടാനുസരിച്ച് ജനങ്ങളുടേതാകുന്ന താല്പര്യമനുസരിച്ച് അവരുടേതാകുന്ന സന്തോഷത്തിന് വേണ്ടി ഹല്ലേലൂയ ആ ഒരു നിലവാരത്തിലേക്ക് ട്രാക്ക് മാറ്റി കൊണ്ടുപോകുന്ന അനേക ദൈവത്തിൻ്റെതാകുന്ന ദാസന്മാരെന്നുള്ള നിലവിൽ നിൽക്കുന്നവരും അവരുടേതാകുന്ന സ്വാർത്ഥ താല്പര്യങ്ങൾ നോക്കിയും ജനത്തിൻ്റെതാകുന്ന പ്രീതിക്ക് വേണ്ടി നിൽക്കുന്നവരോടൊക്കെ ദൈവം തമ്പുരാൻ ഒരു വലിയ ഹല്ലേലൂയ ശിക്ഷാവിധിയിലേക്ക് മാറ്റുമെന്നുള്ളൊരു യാതൊരു മാറ്റവുമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാണ് ഈ വചനപ്രകാരം ഞാനും നിങ്ങൾ ജീവിച്ചില്ല എങ്കിൽ നമ്മുടേതാകുന്ന ജീവിതം ഒരു വല്ലാത്തതാകുന്ന അപകട മേഖലകളിലേക്ക് പോകാം. ഒരുപക്ഷെ ഞാൻ ചിന്തിച്ചേക്കാം, ഒരു പ്രശ്നവുമില്ലല്ലോ, ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ, ഞാൻ വചനപ്രകാരമൊന്നും അല്ല പോകുന്നത് എന്നുള്ളതാകുന്ന ഒരു ചിന്താഗതിയൊക്കെ നമ്മളെ ഭരിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതാകുന്ന പ്രത്യാഘാതങ്ങളോ അതിൻ്റെതാകുന്ന ഒരു കോൺസിക്വൻസോ നിങ്ങൾ കാണുന്നില്ലായിരിക്കാം, നേരിടുന്നില്ലായിരിക്കാം. എന്നാൽ ചില കാലങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ അല്ലെങ്കിൽ അടുത്ത ഒരു ജനറേഷൻ, അടുത്ത ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ നീങ്ങുമ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചതാകുന്ന സകല ഉഴപ്പത്തരത്തിൻ്റെയും പ്രത്യാഘാതങ്ങൾ നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളൊക്കെ ഹല്ലേലൂയ ദീർഘവർഷങ്ങൾ സഭയുടെ ശുശ്രൂഷകന്മാരായി ഇരിക്കുന്നുണ്ട് പറയുകയാണ്, പലപ്പോഴും പലരെ കുഞ്ഞുങ്ങളെയും തലമുറകളെയൊക്കെ ദൈവീയമാകുന്ന ഉപദേശത്തിലും സഭയുടേതാകുന്ന കാര്യങ്ങളിലും ചർച്ചിൻ്റെതാകുന്ന ആക്ടിവിറ്റീസിലും യൂത്ത് മീറ്റിങ്ങിലും സൺഡേ സ്കൂളിലും ഒക്കെ കർശനമായി കൊണ്ടുവന്ന് അവരെ ഉപദേശങ്ങൾ പഠിപ്പിക്കുവാനും ദൈവസഭയുടേതാകുന്ന കാര്യങ്ങളിൽ കർശനമായി കൊണ്ടുപോകുവാനും താല്പര്യം കാണിക്കാതെയും അതിനുവേണ്ടി സമയം കണ്ടെത്താതെയും ഇരുന്നതാകുന്ന മാതാപിതാക്കൾ ഇന്ന് നെടുവീർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ ഞങ്ങൾ ദിനതോറും കണ്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, മാന്യമാകുന്ന ജോലി വേണം, നല്ല വിദ്യാഭ്യാസം വേണം, നല്ല വസ്ത്രം വേണം, നല്ല വാഹനം വേണം, നല്ല വീട് വേണം, നല്ല ജീവിത സാഹചര്യങ്ങളെല്ലാം വേണം. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം മറന്നു പോകരുത്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ സഭയെ, എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറകളെ കെട്ടിപ്പടുക്കുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ നമ്മുടേതാകുന്ന ഈ ഓട്ടം അധ്വാനം മുഴുവനും വേസ്റ്റാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും ഹല്ലേലൂയ എൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്, ലോകത്തെ മുഴുവനുമായിട്ട് ദൈവീയമായ ന്യായവിധിയുടേതാകുന്ന ഹല്ലേലൂയ ജലപ്രളയം നിമിത്തം നോഹയുടേതാകുന്ന കാലത്ത് നശിപ്പിച്ച് കളയുവാൻ ദൈവം തമ്പുരാൻ പ്രഖ്യാപിച്ചു, തീരുമാനിച്ചു. ലോകം മുഴുവനും പോയി. അന്ന് ഭൂമിയിൽ വളരെ ചുരുക്കം മനുഷ്യരെ ഉള്ളായിരുന്നു. അവരോട് മുഴുവനും പോയി ദൈവം അയക്കുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് നീ പ്രസംഗിക്കണമെന്ന് നോഹയോട് ദൈവം പറഞ്ഞു. നോഹ ലോകം മുഴുവനും പോയി പ്രസംഗിച്ചു. എന്നാൽ ജനത്തിന് രക്ഷപ്പെടുവാനായിട്ട് പെട്ടവും കൂടെ പണിഞ്ഞുണ്ടാക്കി. ഒരൊറ്റ ഒരുവൻ പോലും അതിന്റെ അകത്ത് കയറിയില്ല. സകല മനുഷ്യരോടും ദൈവിക ന്യായവിധിയെ കുറിച്ച് വിളിച്ചു പറഞ്ഞിട്ട് ഒരൊറ്റ മനുഷ്യൻ പോലും അതിന്റെ അകത്ത് കയറിയില്ല. സാരമില്ല. പക്ഷെ എനിക്കൊരു കാര്യം സന്തോഷമുണ്ട്, നോഹയും തന്റെ കുടുംബം അതിന്റെ അകത്തുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ലോകത്തെ മുഴുവനും കൈവരിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും, നിങ്ങൾക്ക് വലിയ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞില്ല എങ്കിലും, നോർത്ത് ഇന്ത്യയെ കുറിച്ചൊന്നും വലിയ ഭാരമൊന്നും ഇല്ല എങ്കിലും, കുറഞ്ഞ പക്ഷം അല്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ നിത്യതയിൽ ഹല്ലേലൂയ നമ്മുടെ രക്തത്തിൽ ജനിച്ചതാകുന്ന നമ്മുടെ തലമുറകളെങ്കിലും അവിടെ എത്തണമെന്നുള്ളതാകുന്ന ആഗ്രഹവും ആവേശവും അതിന് വേണ്ടുന്നതാകുന്ന എല്ലാ പദ്ധതികളും നമ്മൾ ഒരുക്കിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്.
അതിനുവേണ്ടി യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ കർശനമായിട്ടൊക്കെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ എന്തിക്കും, ഹല്ലേലൂയ, ഇതൊക്കെ എന്നാ രീതി, ഇവിടുത്താകുന്ന ഒരു കൾച്ചറും സിസ്റ്റം അനുസരിച്ച് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഹല്ലേലൂയ, ഞാൻ ഒരു അരമണിക്കൂർ പ്രസംഗിച്ച് ഞാനങ്ങ് പോകുമല്ലോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഇവിടുത്താകുന്ന രീതി അനുസരിച്ചൊക്കെ നിങ്ങളുടേതാകുന്ന സൗകര്യം പോലെ കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ വചനം പറയുന്നു, നമ്മൾ ഹല്ലേലൂയ വചനപ്രകാരം ജീവിച്ചേ പറ്റത്തുള്ളൂ. വചനത്തെ അനുസരിക്കുന്നവന് അതിൻ്റെതാകുന്ന പ്രതിഫലമുണ്ടാകും. വചനത്തെ ഹല്ലേലൂയ അംഗീകരിക്കാത്തവന് അതിൻ്റെതാകുന്ന പ്രത്യാഘാതമുണ്ടാകും. ഇതെവിടെയാണ് എഴുതിയിരിക്കുന്നത്? വിശുദ്ധ വേദപുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടേതാകുന്ന തലമുറകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, യൗവനക്കാരെല്ലാം ഹല്ലേലൂയ ദൈവവചനപ്രകാരം നിലവിളിക്കുവാനും കണ്ണുനീരൊഴുക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഹല്ലേലൂയ കഴിയുന്നില്ല എങ്കിൽ പരാജയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രമല്ല. അഭിനയങ്ങളൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല. ഹല്ലേലൂയ. തകർന്ന് നുറുങ്ങി മരിക്കുന്ന ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്തോത്രയാഗമാണ് ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്. നമുക്ക് പലതും അഭിനയിക്കുവാനായിട്ട് കഴിയും, പലരുടെ മുൻപിൽ പലതും കാണിക്കുവാനായിട്ട് കഴിയും, ആത്മീയരാണെന്ന് ഷോ ചെയ്യുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെയുള്ളതാകുന്ന ഒരു ആത്മീയ നിലവാരമല്ല നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത്. 2-2.5 മണിക്കൂർ അല്ലെങ്കിൽ നമുക്ക് ഒരാഴ്ച ലഭിക്കുന്ന സമയങ്ങൾ നമ്മൾ മാറ്റിവെച്ച് ദൈവമുൻപാകെ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുവാനും ഈ വിശുദ്ധ വചനം അനുസരിച്ച് ജീവിക്കുവാനും കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെതായ ഒരു ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി ഞാൻ മുന്നോട്ട് കടന്നു വരാം. 2 ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വന്ന് അതിൻ്റെ 15-ാം അധ്യായത്തിലേക്ക് വരാം. 15-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. 4-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, എന്നാൽ അവർ തങ്ങളുടേതാകുന്ന ഞെരുക്കത്തിൽ ഇസ്രായേൽ ദൈവമാകുന്ന യഹോവയിലേക്ക് തിരിഞ്ഞു. എന്താണ് ഇവിടെ? ഒരു കൂട്ടം ജനം, ഇസ്രായേൽ ജനങ്ങൾ ഞെരുക്കത്തിൻ്റെതാകുന്ന, പരാജയത്തിൻ്റെതാകുന്ന, ദുഃഖത്തിൻ്റെതാകുന്ന, നെടുവീർപ്പിൻ്റെതാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. രക്ഷിക്കുവാൻ ആരുമില്ല, സഹായിക്കുവാൻ ആരുമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വളരെ ഒരു പരാജയം, ഞെരുക്കത്തിൻ്റെതാകുന്ന അവസ്ഥയിലേക്ക് അവർ പോയി. ജനം ഞെരുക്കത്തിൻ്റെതാകുന്ന അവസ്ഥയിലേക്ക് പോകുവാനുള്ളതാകുന്ന കാരണമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. അവിടെ 3 കാരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. വായിക്കാം. ഇസ്രായേൽ ജനങ്ങളുടേതാകുന്ന ഇടയിൽ ബഹുകാലമായിട്ട് എന്തോ ഇല്ല, സത്യദൈവമില്ല. ദൈവത്തിന് സ്തോത്രമല്ല. പരാജയത്തിന്റെ കാരണം, ഞെരുക്കത്തിൻ്റെതാകുന്ന കാരണമല്ല. ഇത് ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എഴുതിയിരിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഞെരുക്കങ്ങളും പരാജയങ്ങളും സംഭവിക്കുന്ന എപ്പോഴാണെന്ന് അറിയാമോ? നമ്മൾ വേണ്ടുന്നാകുന്ന നിലയിൽ ദൈവത്തെ ആരാധിക്കുവാനും ദൈവം മുൻപാകെ നെടുവീർപ്പെടുവാനും കണ്ണുനീരൊഴുക്കുവാനും നമുക്ക് സമയങ്ങളും സാഹചര്യങ്ങളും ഇല്ലാതെ വരുമ്പോൾ ഒരു പരുവത്തിലൂടെ ഞെരുക്കങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ദൈവത്തിന് സ്തോത്രമല്ലേ. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പലതും നടക്കുന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന പലതും നടക്കുന്നില്ല, നമ്മൾ ഹല്ലേലൂയ ഓടി നടക്കുന്ന പലതും വിജയത്തിലേക്ക് ചെല്ലുന്നില്ല. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടെ നിനക്ക് ആവശ്യമായത് എന്തെന്ന് നന്നായി അറിയുന്ന സ്വർഗത്തിലെ ദൈവം അവന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കാമെന്ന് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടയവനാകുന്ന ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കി അവൻ തക്ക സമയത്ത് നമുക്ക് വേണ്ടി വഴികളെ തുറക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാനിവിടെ പല സഭകളിൽ കടന്നു വന്നപ്പോൾ ചിലരൊക്കെ എന്നോട് പറഞ്ഞു, ഈ പിള്ളേരൊക്കെ കാനഡയിലാണ് പഠിക്കുന്നതെന്നും പാസ്റ്റർ സ്റ്റേജിലൊക്കെ നിന്ന് വിളിച്ച് പറയല്ലേ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിനെന്തിനാ അവർ പറഞ്ഞെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രമല്ല. ആളുകളുടേതാകുന്ന മനോഭാവം, ഹല്ലേലൂയ ചിന്താഗതികൾ, അല്ലെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു ദൈവദാസനാകുന്ന ഒരു കമ്പാഷൻ കാണും, പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ ചിന്തിക്കുമല്ലോ. ഞാൻ നിങ്ങളോട് പറയാം, നോർത്ത് ഇന്ത്യയിൽ കഴിഞ്ഞതാകുന്ന 30 വർഷമായിട്ട് രാജസ്ഥാൻ്റെയും ഡൽഹിയുടെയും വിവിധ സ്ഥലങ്ങളിൽ ഹല്ലേലൂയ ഇപ്പോഴാണ് ഞാനൊരു വലിയ ചർച്ചയൊക്കെ കാണാൻ തുടങ്ങിയത്. എന്നാൽ ഹല്ലേലൂയ ഓരോരോ മിഷൻ സ്റ്റേഷനുകൾ, ഹല്ലേലൂയ പുതിയതാകുന്ന പൈനിയർ പ്രവർത്തനങ്ങൾ രാജസ്ഥാനിലേതാകുന്ന വില്ലേജുകളിൽ, ഗ്രാമങ്ങൾ ഹല്ലേലൂയ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ കടന്നുപോയി ഒരു ഹല്ലേലൂയ ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാൻ നിവൃത്തിയില്ല, ഒരു ഗ്ലാസ് പാല് മേടിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ല, ഒരു നല്ലൊരു സ്കൂളിൽ ചേർക്കുവാൻ നിവൃത്തിയില്ല. ഹല്ലേലൂയ അങ്ങനെയുള്ള ഞെരുക്കത്തിന്റെയും വളരെ സ്ട്രഗിളിങ്ങിന്റെയും അല്ലെങ്കിൽ വെറും ലോക്കൽ സ്കൂളുകളിൽ പഠിച്ച് ഹല്ലേലൂയ മുന്നോട്ട് വന്ന് പലപ്പോഴും ഹല്ലേലൂയ ഞെരുക്കവും പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും ആരോട് പറയണമെന്ന് ചിന്തിച്ച് വളരെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകാനാകുന്ന സാഹചര്യങ്ങളിലും ഹല്ലേലൂയ സ്വർഗ ദൈവം തമ്പുരാൻ മാനിച്ച് സ്ഥിതികളെ മാറ്റുമ്പോൾ പറയാതിരിക്കാൻ കഴിയുമോ ദൈവമക്കളെ? ഹല്ലേലൂയ. തീർച്ചയായും അത് യഹോവയുടെ നാമമഹത്വത്തിന് വേണ്ടിയാണ് വിളിച്ചു പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.
ഞങ്ങളുടേതാകുന്ന കുഞ്ഞുങ്ങളൊക്കെ രാജസ്ഥാനിലെ ചെറിയ സ്കൂളുകളൊക്കെ പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. ചെറിയ സ്കൂളെന്ന് വെച്ചാൽ രാജസ്ഥാനിൽ വലിയ സ്കൂളില്ലാഞ്ഞിട്ടല്ല, ചെറിയ സ്കൂളിലാകുന്ന സാഹചര്യങ്ങൾ ഞങ്ങൾക്കുള്ളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷമായിട്ട് ഞങ്ങൾ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫറായി വന്നപ്പോൾ ഡൽഹിയിലുള്ളാകുന്ന കുഞ്ഞുങ്ങളെല്ലാം നല്ലതാകുന്ന ഹൈ സ്റ്റാൻഡേർഡ് സ്കൂളുകളാണ് പഠിക്കുന്നത്. അവർ ഇംഗ്ലീഷിലാണ് സാക്ഷ്യം പറയുന്നത്, ഇംഗ്ലീഷിലാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടേതാകുന്ന കുഞ്ഞുങ്ങൾക്ക് അതിനുള്ളാകുന്ന പ്രശ്നങ്ങളുണ്ടായി. എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ ടെൻഷനിലായി. എങ്ങനെ സാക്ഷ്യം പറയും, എങ്ങനെ പ്രാർത്ഥിക്കും? ഞങ്ങൾ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അവിടെ വന്നപ്പോൾ നല്ലൊരു സ്കൂളിൽ ചേർത്തു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, ഇപ്പോഴല്ലേലൂയ പല ദൈവനാമ മഹത്വത്തോട് പറയുകയാണ്, അവരുതാകുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെതാകുന്ന നിലയിൽ ടെസ്റ്റുകൾ നടത്തി. ഹല്ലേലൂയ. അവർ പഠിക്കുന്നതാകുന്ന യൂണിവേഴ്സിറ്റിക്കാർ അവർക്ക് സ്കോളർഷിപ്പോട് ഓഫർ ചെയ്താണ് ഈ ദേശത്ത് പഠിക്കാൻ വന്നത്. പ്രൈസ് ദി ലോർഡ്. കോവിഡിൻ്റെതാകുന്ന കാലഘട്ടത്തിൽ ഓൺലൈനിലൂടെ ഹല്ലേലൂയ ഇംഗ്ലീഷ് ടെസ്റ്റ് യൂണിവേഴ്സിറ്റിക്കാർ നടത്തി. ഹല്ലേലൂയ. അതൊക്കെ ഞങ്ങൾ ആദ്യം കേൾക്കുക. പാസ്റ്റർ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതിൻ്റെ വലിയ ചരിത്രങ്ങളൊക്കെ പറയണമെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അത് മീറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ അങ്ങനെയുള്ളതാകുന്ന നിലവാരത്തിലൂടെ ഹല്ലേലൂയ യാതൊരു വിധமான പ്രതീക്ഷയില്ലാത്ത സാഹചര്യത്തിൽ ദൈവജനങ്ങളുടേതാകുന്ന ഹല്ലേലൂയ പ്രാർത്ഥനയുടെയും ദൈവസഭകളുടേതാകുന്ന ഫുൾ സപ്പോർട്ടോടുകൂടെ ഇവിടെ കടന്നു വന്ന ആ ഒരു നിലവാരത്തിലേക്ക് എത്തുവാൻ ദൈവം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് ഹല്ലേലൂയ? നമ്മളിവിടെ നമ്മുടേതാകുന്ന ജീവിത നിലവാരത്തിൽ അത്ഭുതമെന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളാണ് ഓരോ ദിവസങ്ങളും കണ്ടുവരുന്നത്. ദൈവത്തിന് സ്തോത്രം. തിരുവചനം പറയുന്നത്, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഇന്ന് രാത്രിക്കാലം ഈ പകൽക്കാലം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, നിങ്ങളൊക്കെ ദൈവജനമാണ്, വചനം അറിയാവുന്നവരാണ്. അനേക പെന്തിക്കോസിന്റെ പാരമ്പര്യങ്ങളോടൊക്കെ വളർന്നു വന്ന ജനങ്ങളൊക്കെ ആയിരിക്കാമെങ്കിലും ഞാൻ നിങ്ങളോട് വളരെ ശക്തമായിട്ട് പറയാം, എനിക്ക് പെന്തിക്കോസ് പൊളിറ്റിക്സ് ഒന്നും അറിയത്തില്ല. ഞാൻ വളർന്ന് പ്രായം പക്വതയൊക്കെ ആയപ്പോഴേ ഡൽഹി പട്ടണത്തിൽ വന്നതാണ്. അവിടെയാണ് പഠിച്ചത്. ഹല്ലേലൂയ. അവിടെയാണ് സുവിശേഷ വേല ചെയ്തത്. അതുകൊണ്ട് കേരളത്തിന്റെ യാതൊരു പൊളിറ്റിക്സും അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാനാണെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ഡൽഹി സ്റ്റേറ്റിൻ്റെ 185 സഭകളാകുന്ന സെക്രട്ടറിയൊക്കെയാണ്. പക്ഷെ ഞാൻ ഒരൊറ്റ വ്യക്തിയെടുത്ത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഞാൻ ഒരു സഭയുടെ IPCയുടെ സെക്രട്ടറി ആണെന്ന് ആരോടും പറഞ്ഞത്. കാരണം ഇവിടെ ഇരിക്കുന്ന ജനങ്ങളിൽ കേരളത്തിലെ പരിപാടിയല്ല അറിയത്തുള്ളൂ. പ്രൈസ് ഹല്ലേലൂയ. എന്താണ് കേരളത്തിലെ പൊളിറ്റിക്സ് അല്ല അറിയത്തുള്ളൂ. ആ ഒരു ലെവൽ വെച്ച് ഞങ്ങളെ കാണാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രണ്ട് ഞങ്ങളുടെ നോൾ പാസ്റ്ററാകുന്ന മോളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ ഒരു പൊളിറ്റിക്സും ഇല്ല. ആരെങ്കിലും ഒന്ന് ആകണേ എന്നുള്ള പ്രാർത്ഥന ഞങ്ങൾക്ക്. പ്രൈസ് ഹല്ലേലൂയ. അങ്ങനെയുള്ള നിലവാരത്തിലൊക്കെ വന്ന് ഹല്ലേലൂയ ദൈവസ്ഥിതികളെ മാറ്റി ദൈവം മാനിക്കുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന് പലക്കാലം ദൈവവചനത്തോട് നിങ്ങളോട് ഉറപ്പിച്ച് പറയുകയാണ്, ഏതെങ്കിലും വിഷയങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളോ ഹല്ലേലൂയ അല്ല ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് ചാലഞ്ച് ചെയ്ത് പറയാം, നിങ്ങൾ ഈ വചനത്തെ മാർവോട് ചേർത്താണ് ഹല്ലേലൂയ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ കയറി മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് ഉയരത്തിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് കണ്ണുനീരോടുകൂടെ നിറ കണ്ണുകളോട് പ്രാർത്ഥിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് വിഷയവും ദൈവം തമ്പുരാൻ ഏറ്റെടുത്ത് തക്ക സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഹല്ലേലൂയ ദൈവത്തിന് ഒരു കാര്യം ചെയ്യുവാനായിട്ട് ഒരു റിസോഴ്സ് ഒന്നും വേണ്ട. ഹല്ലേലൂയ. ഗോഡ് മേഡ് എവരിതിങ് ഔട്ട് ഓഫ് നത്തിങ്. ഹല്ലേലൂയ. ദൈവം ഇല്ലായ്മയുടെ സകലത്തെ ഉളവാക്കിയ സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഹല്ലേലൂയ നമുക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ ദൈവം വിശ്വസ്തനാ. എത്ര പേര് വിശ്വസിക്കും? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം അനുസരിച്ച് പറ്റത്തുള്ളൂ. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടുള്ള സ്നേഹമാണ് ഈ വിശുദ്ധ വേദപുസ്തകത്തെ നമ്മൾ പൂർണ്ണമായി അനുസരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ ഞെരുക്കത്തിലേക്ക് പോയതിൻ്റെതാകുന്ന കാരണം അവരുതാകുന്ന ചരിത്ര സാഹചര്യങ്ങൾ പശ്ചാത്തലങ്ങൾ ഒന്നും ഞാൻ പറയുന്നില്ല. 3 കാരണങ്ങൾ എഴുതിയിരിക്കുന്നു. 1, അവർക്ക് ദൈവമില്ലായിരുന്നു. 2, ഹല്ലേലൂയ ഉപദേശിക്കുന്ന പുരോഹിതന്മാരില്ലായിരുന്നു. 3, ന്യായപ്രമാണമില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ ശ്രദ്ധേയമായ 3 കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ദൈവമില്ല എന്ന് അവിടെ എഴുതിയിട്ടില്ല. ഏത് ദൈവമില്ലായിരുന്നു? സത്യദൈവമില്ലായിരുന്നു. ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ അന്യവിഗ്രഹങ്ങളും ആരാധനകളും പൂജാഗരികളും അല്ലെങ്കിൽ അതും ഇതുമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ആ ഒരു നിലവാരത്തിലേക്ക് പോയതാണ് ഞെരുക്കം വരാൻ കാരണം. പ്രൈസ് ദി ലോർഡ്. എന്നെയും നിങ്ങളെയും വിളിച്ച് വേർതിരിച്ചാൽ നമുക്ക് വേണ്ടി കാൽവറി ജീവൻ തന്ന നമ്മളെ വീണ്ടെടുത്ത അരിമനാഥനാകുന്ന ക്രിസ്തു യേശുവിൻ്റെതാകുന്ന ഈ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോയി കഴിഞ്ഞാൽ വിജയമല്ല പരാജയമാണ്. മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പൊന്ന് പാസ്റ്റേ, ഈ നാട്ടിൽ നിന്ന് ഈ പാസ്റ്റർമാർ പറയുന്നോളം ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല എന്ന് ഞങ്ങൾക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. പറ്റത്തില്ല എന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷെ പൗലോസ് പറയുന്നതെന്ന് അറിയാമോ? ആവോളം ശ്രമിക്കാനാ. അത് പറ്റത്തില്ലേ?
ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാണ് 100% ഒന്നും വിശുദ്ധ വേദോസ്ത പ്രകാരം ജീവിക്കുവാൻ ഒരു പാസ്റ്ററിനും പറ്റത്തില്ല, ഒരു വിശ്വാസിക്കും പറ്റത്തില്ല. പക്ഷേ മാക്സിമം നമുക്ക് ശ്രമിക്കുവാൻ പറ്റും. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെതാകുന്ന വചനപ്രകാരം തന്നെ ഞാൻ ജീവിക്കുമെന്നുള്ള ഒരു തീരുമാനത്തിൽ മുന്നോട്ട് പോയാൽ, എങ്ങനെയാകട്ടെ ഏത് വിധത്തിലാകട്ടെ എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാണ് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് എതിരായി വരുന്ന തിരമാലകൾക്ക് അല്ലെങ്കിൽ എതിരായി ഹല്ലേലൂയ കടന്നു കയറുവാൻ കഴിയുന്നതിനെയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാണ് സത്യദൈവമില്ലാത്തതാകുന്ന ഒരു പരാജയം സംഭവിച്ചു. രണ്ടാമത് അവിടെ എഴുതിയിരിക്കുന്നത് പുരോഹിതന്മാരില്ല എന്ന് എഴുതിയിട്ടില്ല. ഏത് പുരോഹിതന്മാരില്ല? ഉപദേശിക്കുന്ന പുരോഹിതന്മാരില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ ദൈവം വിളിച്ചു വേർതിരിച്ച് ശക്തമായി നിങ്ങളോട് ഉപദേശിക്കുവാനും അല്ലെങ്കിൽ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ താക്കീതുകൾ തരുവാനും ദൈവവചനപ്രകാരമുള്ള ശിക്ഷണ നടപടികൾ എടുക്കുവാനും ഹല്ലേലൂയ തിരുവചനപ്രകാരം വിശുദ്ധ സഭയെ അരുമനാഥനാകുന്ന ക്രിസ്തു യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കി നിർത്തുവാനുമായിട്ടാണ് ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും എന്താണ് ദൈവസഭയുടെ ശുശ്രൂഷകന്മാരാക്കിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടേതാകുന്ന കരങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തിൽ ഒന്നതുപോലും നഷ്ടപ്പെട്ടു പോകാതെ നിത്യതയിൽ എത്തിക്കുവാനായിട്ട് ദൈവം ഞങ്ങളെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരിക്കുമ്പോൾ പലയിടങ്ങളിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പലയിടങ്ങളിലും കണ്ണടച്ചും ഹല്ലേലൂയ വിട്ടുവീഴ്ചകൾ കാണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ദൈവം നമ്മളെ ചോദിക്കുന്നത് ആരോടാണ്? ഞങ്ങളോടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ അവരെ ഞരങ്ങിക്കൊണ്ട് ശുശ്രൂഷിക്കുവാൻ ഇടവരുത്തരുത്, അത് നിങ്ങൾക്ക് നന്നല്ല എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടേതാകുന്ന ആത്മീയമാകുന്ന പരിപക്വതയ്ക്ക് വേണ്ടി, നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി, നമ്മുടെ ആത്മീയത്തിൻ്റെതാകുന്ന ഹല്ലേലൂയ വളർച്ചയ്ക്ക് വേണ്ടി നമ്മളെ ഉപദേശിക്കുകയും നമുക്ക് വേണ്ടതാകുന്ന നിർദ്ദേശങ്ങൾ തരികയും നമ്മളെ പ്രബോധിപ്പിക്കുകയും അത് അങ്ങനെ അല്ല ബ്രദറെ ഇങ്ങനെ ആയിരിക്കണമെന്ന് പറയുകയും ചെയ്യുന്നതാകുന്ന ആളുകളെ എന്ത് ചെയ്യണം? അധികം റെസ്പെക്ട് ചെയ്യണമെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ കാലഘട്ടം എങ്ങനെയാണ്? പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ഒന്ന് വിളിച്ചതിന് ശേഷമായിട്ട് മോനെ ഹല്ലേലൂയ നീ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, നീ ഹല്ലേലൂയ ആത്മീയமான കൂട്ടായ്മയ്ക്ക് വരാതിരുന്നാൽ ശരിയാകത്തില്ല, നീ പ്രാർത്ഥിക്കാതെ ശരിയാകത്തില്ല, നീ ബൈബിൾ വായിച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല എന്നൊക്കെ ഒരു പാസ്റ്റർ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് വിദ്വേഷവും പരിവവുമാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും വ്യക്തിപരമായ വിഷയത്തെ ചോദ്യം ചെയ്യുവാൻ ആർക്കും അധികാരം ഇല്ല എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടെ അങ്ങനെ മുൻവിധികൾ എഴുതിയല്ലേലുയ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളുകളോട് പരിഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ ദൈവസഭയോടും ദൈവജനത്തോടും പറയുകയാണ്, നിങ്ങളെ ഏത് വിധത്തിലും ഏത് വില കൊടുത്ത് നിത്യതയിൽ എത്തിക്കുവാൻ വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷക്തന്മാരെ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയും ഹല്ലേലൂയ അവരെ അധികം ബഹുമാനത്തിന് യോഗ്യരെന്ന് കണ്ട് അവരെ ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് അവർക്ക് പരാജയത്തിൻ്റെതാകുന്ന കാരണം എന്താണോ? ന്യായപ്രമാണമില്ലാതെ പോയി. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണമില്ലാതെ പോയി എന്ന് പറഞ്ഞാൽ മോശയിലൂടെ എഴുതി കൊടുത്താകുന്ന ന്യായപ്രമാണ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. അന്യാധീനപ്പെട്ടു പോയി. യഹോവയുടെ പെട്ടകം നഷ്ടപ്പെട്ടു പോയതുപോലെ ന്യായപ്രമാണം നഷ്ടപ്പെട്ടു പോയി. ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥകൾ നഷ്ടപ്പെട്ടു പോയി. ദൈവം എന്താണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ജീവിത ഫാമിലി ജീവിതം എങ്ങനെയായിരിക്കണം, മോറൽ ലൈഫ് എങ്ങനെയായിരിക്കണം, ഒരു കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയായിരിക്കണം, ഒരു സഭയിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതാകുന്ന ദൈവീയமான പ്രമാണങ്ങളെ ഒക്കെ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷമായിട്ട് എന്ത് ചെയ്തു? പ്രമാണങ്ങൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാം നമ്മുടെ നിയമമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയുന്ന നിയമമായിരിക്കും. നമ്മുടേതാകുന്ന സൗകര്യം പോലെ, നമ്മുടെ സൗകര്യാർത്ഥം, നമ്മുടെ താല്പര്യപ്രകാരം, നമ്മുടെ ഇഷ്ടപ്രകാരം, നമ്മൾ ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള മാനുഷികമാകുന്ന നിയമത്തിലേക്ക് ദൈവസഭ വഴുതി വീണുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ലോകമാഗമനമുള്ളതാകുന്ന യൂണിവേഴ്സ് ചർച്ച് മുഴുവനുമായിട്ട് ഹല്ലേലൂയ മനുഷ്യൻ്റെതാകുന്ന ഇഷ്ടത്തിനനുസരിച്ച് മാനുഷികമായ ചിന്തകൾക്കനുസരിച്ച് ദൈവീയമായ പ്രമാണത്തിന് വാല്യൂ കൊടുക്കാതെ എന്താണ് മനുഷ്യൻ്റെതാകുന്ന ഇഷ്ടാനുസരണമായ നിലവാരത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഈ ദൈവസഭയോട് ഞാൻ വിളിച്ചു പറയുകയാണ്, ദൈവവചനത്തിന് ഹല്ലേലൂയ അല്പം പോലും മാറ്റം വരാതെ ജീവിക്കുന്നു എങ്കിൽ വചനപ്രകാരം ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ജനമായി മുന്നോട്ട് പോകണം. നമ്മൾ അതിന് എന്ത് നഷ്ടം സഹിച്ചാലും പോയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നമ്മളൊരു ആയുഷ്കാലം മുഴുവനും ഒരു നല്ലൊരു ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ട് സ്വർഗരാജ്യത്തിൽ പോകുവാനായിട്ട് പറ്റിയില്ല എങ്കിൽ എന്തുമാത്രം പരാജയമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തെ ഹല്ലേലൂയ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് എത്ര പേർക്ക് ഈ പകൽക്കാലം പറയാനായിട്ട് കഴിയും? അല്ലെങ്കിൽ അടുത്തതാകുന്ന മണിക്കൂറിൽ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ വരവോ അല്ല എൻ്റെ മരണമോ ആകുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായും സ്വർഗരാജ്യത്തിൽ കാണുമെന്ന് പറയുവാൻ പ്രാഗൽഭ്യമുള്ള എത്ര പ്രിയപ്പെട്ടവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പ്രാഗൽഭ്യവും തൻ്റെ ഇടമുള്ളവരാണ് യഥാർത്ഥമായ ദൈവമക്കൾ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിലുള്ള സകലതും ഒരു നിമിഷം കൊണ്ട് ഇവിടെ കളഞ്ഞു നമ്മൾ രൂപാന്തരം പ്രാപിച്ച് നിത്യതയിലേക്ക് പോകുവാൻ ഒരുങ്ങി കാത്തിരിക്കുമ്പോൾ ആ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ട് എന്ത് വാല്യൂ ആണുള്ളത്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ വന്നത് കൊണ്ടോ നിന്നത് കൊണ്ടോ ചെയ്തത് കൊണ്ടോ പാടിയത് കൊണ്ടോ കൊടുത്തത് കൊണ്ടോ എന്ത് പ്രയോജനമുണ്ടായി? ദൈവത്തിന് സ്തോത്രം. അതാണ് വചനപ്രകാരം നമ്മളെ തന്നെ ശോധന ചെയ്ത് നമ്മൾ ദിനംതോറും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നവരായിരിക്കണം. ഞാൻ വളരെ അടുത്ത മിനിറ്റുകൾക്കുള്ളിൽ എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2 വേദഭാഗങ്ങളുടെ വായിച്ചിട്ട് പെട്ടെന്ന് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് പെട്ടെന്ന് സങ്കീർത്തന ഭാഗത്തിലേക്ക് കടന്നു വരാം. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. 145 സങ്കീർത്തനത്തിന്റെ 8, 18 മുതൽ 20 വാക്യങ്ങൾ പറയുന്നു. ദൈവവചനത്തെ സ്നേഹിക്കുന്ന, ദൈവവചനത്തെ ഹല്ലേലൂയ അനുസരിക്കുന്ന, വചനപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെതാകുന്ന പൈതലിന്റെ സ്ഥിതിയെ ദൈവം തമ്പുരാൻ മാറ്റും. വായിക്കാം. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. എന്താണ്? വിളിച്ചപേക്ഷിച്ച മാത്രം പോരാ, സത്യമായി വിളിച്ചപേക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകൾക്കും ഭയങ്കര പ്രാധാന്യമുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എന്താണ്? വിളിച്ചപേക്ഷിച്ച പോരാ, സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ സഭയിൽ കടന്നു വന്നു കഴിഞ്ഞാൽ ആത്മാർത്ഥമായി ദൈവോൻപാകെ ദൈവത്തെ വിളിക്കുന്നവരായിരിക്കണം നമ്മൾ. ഒരു ഫോർമാലിറ്റി ആരാധനയൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിന് സ്തോത്രമല്ല. ചിലയിടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ നിങ്ങളുടെ വർഷിപ്പ് ലീഡേഴ്സിനെ ഒന്നും പറയല്ലേ. ദൈവത്തിന് സ്തോത്രം. വർഷിപ്പ് ലീഡ് ചെയ്യുന്നതാകുന്ന കൊച്ചുങ്ങളൊക്കെ ഇങ്ങോട്ട് കയറി നിന്ന് കഴിഞ്ഞാൽ ആ ഇംഗ്ലീഷ് പാട്ടൊക്കെ അങ്ങോട്ട് പാടുമ്പോഴത്തേക്ക് അവരങ്ങ് കരഞ്ഞങ്ങ് മുഖത്തോടൊക്കെ അങ്ങ് കണ്ണുനീരൊക്കെ ഒലിപ്പിച്ച് വല്ലാത്ത പരുവത്തിൽ അങ്ങ് ഇമോഷണൽ ആകും. പ്രൈസ് ദി ലോർഡ്. നല്ല കാര്യമാണ്, അതിനകത്ത് യാതൊരു തെറ്റുമില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അവരിത് വചന ശുശ്രൂഷ നടക്കുന്ന സമയത്ത് കാപ്പി കുടിക്കാൻ പോകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കാര്യമല്ലേ? പ്രൈസ് ഹല്ലേലൂയ. കാപ്പിയൊക്കെ കുടിക്കണം, അത്യാവശ്യത്തിന് വാഷ്റൂം പോകണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പ്രൈസ്. പക്ഷേ ഹല്ലേലൂയ, ഈ ഒരു ഹല്ലേലൂയ സംഭവം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റോള് കഴിഞ്ഞെന്നുള്ളത് നമ്മുടെ ചിന്ത. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വിലയേറിയതും വിലപ്പെട്ടതുമായ കാര്യമാണ് ഒരു സൺഡേ ദിവസത്തിൽ ദൈവത്തിന്റെ അഭിഷിക്തന്മാരിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വിശുദ്ധ വചനമാണ് പ്രാധാന്യമെന്ന് പറയുന്നത്. ഈ വചനമാണ് നമ്മുടെ ജീവിതത്തിന്റെ ആധാരമെന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ നിലനിർത്തുന്നത്. ഇതാണ് നമ്മുടെ അടിസ്ഥാനം. വചനം വേണ്ടാതെ വേറെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായി വിളിച്ചു പറയുകയാണ്. എന്നാണ്? ദൈവത്തെ സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ ആരാണ്? സമീപസ്ഥനാണ്. നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ട്. എൻ്റെ ഒരു വിഷയം വരുമ്പോൾ, എൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ കരഞ്ഞ് നിലവിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരുമെന്നും എന്നെ വിടുവിക്കുമെന്നും ഉറപ്പോടെ പറയാൻ കഴിയും. എത്ര പ്രിയപ്പെട്ടവരുണ്ട്? അതിനെയാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. എന്താണ്? തന്നെ വിളിച്ചപേക്ഷിക്കുന്ന, സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവനാരാണ്? സമീപസ്ഥനാണ്. നമ്മുടെ ദൈവം വിദൂരതയിലെ ദൈവമല്ല. അടുത്ത വാക്യം വായിച്ചിട്ട് അടുത്ത വാക്യം. തന്റെ ഭക്തന്മാരുടേതാകുന്ന ആഗ്രഹം എന്ത് ചെയ്യുന്നു? പ്രൈസ് ദി ലോർഡ്. സാധിപ്പിക്കുമോ ദൈവമക്കളെ? സാധിപ്പിക്കുമോ? തീർച്ചയായിട്ടും സാധിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിന് സ്തോത്രം. തൻ്റെ ഭക്തന്മാരുടെ ഭക്തരായിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഭക്തി അഭിനയിച്ചാൽ പോരാ, ഭക്തരായിരിക്കണം. ഹല്ലേലൂയ. വിളിച്ചപേക്ഷിച്ചാൽ പോരാ, സത്യസന്ധമായി വിളിച്ചപേക്ഷിക്കണം. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കളെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊക്കെ ഭക്തിയോടുകൂടെ ജീവിച്ചത് കൊണ്ട് അനവധി സമയങ്ങൾ ദൈവമുൻപാകെ നിലവിളിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് കൊണ്ടുമല്ലേ നമ്മുടെ ഹൃദയത്തിന്റെ പല ആഗ്രഹങ്ങളും അവൻ സാധിപ്പിച്ച് നമ്മുടെ സ്ഥിതികളെ മാറ്റി ഇത്രത്തോളം അവൻ നമ്മളെ അനുഗ്രഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം എന്താണ് പറയുന്നത്? അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അവരുടെ നിലവിളി കേട്ട് രക്ഷിക്കുന്ന ദൈവമാണ്. ഞാൻ നിങ്ങളെ സത്യസന്ധമായിട്ട് വിളിച്ചപേക്ഷിക്കുകയും ദൈവഭക്തിയോടുകൂടെ നിൽക്കുകയും ദൈവത്തിൻ്റെ വചനത്തെ ചേർത്ത് പിടിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്നവരാകുന്നു എങ്കിൽ ഈ ഭൂമിയിൽ ഹല്ലേലൂയ നിങ്ങൾ ദുഃഖിതരായി നിരാശരായി പോകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. നമ്മുടെ ഏത് പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ നമ്മളെ ഹല്ലേലൂയ പണിഞ്ഞെടുത്ത് നമ്മളെ ഒരുക്കിയെടുത്ത് നല്ലതാകുന്ന ഹല്ലേലൂയ പ്രയോജനമുള്ള ആയുധങ്ങളാക്കി മാറ്റി ദൈവത്തിനു വേണ്ടി പ്രയോജനമുള്ളവരായി മറ്റുള്ളവർക്ക് അനുഗ്രഹ വിഷയമായി തീർക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. 144 സങ്കീർത്തനത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഈ സ്ഥിതിയിലിരിക്കുന്ന ജനഭാഗ്യമുള്ളത്. ഭക്തിയോടുകൂടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിച്ചുകൊണ്ട് ഈ സ്ഥിതിയിലിരിക്കുന്ന ആത്മനിറവിന്റെയും ദൈവകൃപയുടെയും ദൈവവചനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു നല്ല ക്രിസ്ത്യൻ ജീവൻ നയിക്കുന്ന ദൈവത്തിന്റെ പൈതൽ ആരാണ്? ഈ സ്ഥിതിയിലിരിക്കുന്ന ജനഭാഗ്യമുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 1:27 വരുമ്പോൾ നമ്മുടെ പിതാവാകുന്ന ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളതാകുന്ന ഭക്തി എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. പിതാവാകുന്ന ദൈവത്തിന്റെ മുൻപാകെ വിശുദ്ധവും നിർമ്മലവുമായ ഭക്തി എന്ന് പറയുന്നത് അനാഥരെ വിധവമാരെയും അവരുതാകുന്ന സങ്കടങ്ങൾ ചെന്ന് കാണുന്നത് ഈ ലോകത്തുള്ള കളങ്കം പറ്റാതെ വണ്ണം നമ്മളെ തന്നെ സൂക്ഷിക്കുന്നതുമാകുന്നു. എന്താണ് ഭക്തി? ഹല്ലേലൂയ. എന്താണ് ദൈവത്തിൻ്റെതാകുന്ന കൃപ എന്നുള്ള കാര്യം നാം മറന്നൊരിക്കലും മുന്നോട്ട് പോകരുത്. ഈ വചനത്തെ ഹല്ലേലൂയ രാപ്പകലില്ലാതെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടേതാകുന്ന കുടുംബങ്ങൾ ഹല്ലേലൂയ പ്രഭാത പ്രാർത്ഥനകൾ ക്രമീകരിച്ചുകൊണ്ട് നമ്മുടേതാകുന്ന ഭവനങ്ങൾ സന്ധ്യ പ്രാർത്ഥനകൾ ക്രമീകരിച്ചുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മാറ്റിവെച്ച് ഹല്ലേലൂയ ഒരു നേരത്തെ ആഹാരമെങ്കിലും വെടിഞ്ഞ് തലമുറകൾക്ക് വേണ്ടി നിലവിളിക്കുവാനും കണ്ണുനീരൊഴുക്കുവാനും മാതാപിതാക്കൾ സമയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ദൈവസഭയുടേതാകുന്ന ഓരോ ആത്മീയமான വിഷയങ്ങളിലും അല്ലെങ്കിൽ സമയമില്ല എങ്കിലും ഓടി വന്നല്ലേ ദൈവത്തിന്റെ ദാസന്മാരിലൂടെ ദിനം പ്രതി ദൈവവചനങ്ങൾ കേട്ട് ആ കേട്ടതാകുന്ന വചനങ്ങൾ ന്യായവിധിക്ക് കാരണമായി തീരാതെ വണ്ണം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച് മുന്നോട്ട് പോയാൽ അങ്ങനെ ഇരിക്കുന്ന ജനഭാഗ്യമുള്ളവര് അവർ ഈ ഭൂമിയിലും അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. അവർ നിത്യത്തിലും അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. അതിനായി ദൈവസഭയെ ദൈവജനത്തെ നമ്മളെ ഓരോരുത്തരെയും സർവശക്തനാകുന്ന ദൈവം സഹായിക്കട്ടെ എന്നുള്ളതാകുന്ന പ്രാർത്ഥനയോടുകൂടി അവസരമൊരുക്കി തന്ന പ്രിയ ദൈവദാസനും ദൈവസഭയ്ക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.